ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകല ചെന്നിട്ട് ഉദയഭാനുവിനോട് പറയുന്നുണ്ട് പുറത്തൊരാൾ കാണാൻ വന്ന് നിൽപ്പുണ്ടെന്ന്. അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ബാലനുടനെ ശ്രീകലയോട് ചോദിക്കുന്നുണ്ട് ആരാ വന്നിരിക്കുന്നതെന്ന്. മന്ത്രിയാണോ എന്ന് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. മന്ത്രിയല്ല, മന്ത്രിയുടെ PA എന്തോ ആവശ്യത്തിന് വന്നതാ. ഇനിയിപ്പം പരാതി പറയാനായിരിക്കും, നമ്മൾ നിശ്ചയത്തിനും കാര്യത്തിനും ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകല അവരെ അടക്കി അവിടെ ഇരുത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഉദയഭാനു പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഇവിടെ നോക്കുമ്പോൾ പൈസ കടം വാങ്ങിച്ചവരാണല്ലോ, അവന്മാരെന്തായാലും വിടില്ല. ഉദയഭാനുവിൻ്റെ അടുത്ത് പറയാം, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇങ്ങോട്ട് താന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ അങ്ങേര് പറയുന്നു, അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ, ഞങ്ങൾ തന്നെ അങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞ് നേരെ ആ ഉമ്മറത്തേക്ക് കയറി വന്നിട്ട് ഉദയഭാൻ്റെ കുത്തിന് പിടിച്ച് വലിച്ചഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് മാറടാ, അങ്ങോട്ട് ഞങ്ങൾ അകത്തേക്ക് അങ്ങ് കയറട്ടെ. പെൺമക്കളെ ജീവിതം വെച്ച് കളിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കൂ, എന്നാലേ നിൻ്റെയൊക്കെ കയ്യിലിരിക്കുന്ന കാശ് ഇളകത്തുള്ളൂ. ഞങ്ങളുടെ ഇന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി തിരിച്ച് ചോദിക്കുമ്പോൾ പല അടവുകളും പറഞ്ഞ് ഒളിച്ചു നടക്കും. ഇവിടെ വന്നിട്ട് ഗംഭീരമായിട്ട് മോളുടെ കല്യാണം അങ്ങ് നടത്താൻ കാശ് കയ്യിൽ വെച്ചിട്ടല്ലേ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കാശ് തടാന്ന് പറയാട്ടോ. ഇതിനിടയ്ക്ക് ശ്രീകലാകത്തേറി പോയല്ലോ. പാവം നമ്മളെ ഉദയഭാനുവിനെ വലിച്ചഴിച്ച് അവന്മാർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം അകത്ത് കയറും എന്നുള്ള വാശിയിൽ അവന്മാർ നിൽക്കുക. ഉദയഭാനു അയ്യന്മാരോട് അടി കൂടി തള്ളി വലിച്ചൊക്കെ കുറച്ചുകൂടെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നല്ല പോലെ അങ്ങോട്ട് ശരിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉദയഭാനുവിന് അടിയും ഇടിയും ഒക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ 1 മാസത്തെ അവധി എനിക്ക് താ, കാരണം എൻ്റെ മോളുടെ വിവാഹം നിശ്ചയമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 1 മാസത്തിനകം അവരുടെ കല്യാണം നടക്കും. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാശിന് തരും. പിന്നെ നീ പറയണതല്ല ഇനിയും ഞങ്ങൾ വിശ്വസിക്കണോ? അല്ലേടാ കള്ള, നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ല. മര്യാദയ്ക്ക് ഇപ്പം ഞങ്ങൾക്ക് തരാനുള്ള പൈസ തരാം. അകത്തിരിക്കുന്ന ദയവ് ചെയ്ത് അകത്ത് കയറി പോവല്ലേ നിങ്ങളെന്ന് പറയാട്ടോ. അവരെല്ലാവരും കാണട്ടെ, അറിയണം തൻ്റെ തനി നിറം എന്താണെന്ന്. കടങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചും കൊടുക്കത്തില്ല. ഞങ്ങളെയിട്ട് എത്ര നാൾ നീ വലഞ്ഞ്, നീ വിചാരിച്ചില്ലല്ലേ ഞങ്ങൾ നിന്നെ കണ്ടുപിടിക്കുമെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ അഗസ്റ്റിൻ എന്നൊക്കെ പഴിച്ച് ഒരുപാട് പറയാട്ടോ. എന്നിട്ട് കാല് പിടിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത്. നോറ്റു കിട്ടിയ ഒരു ജീവിതമാണിത്. എങ്ങനെയെങ്കിലും ഇത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതോടുകൂടി നിങ്ങളെ കടവും ഞാൻ തീർത്തു തരാം. മതിയടാ നിൻ്റെ കള്ളത്തരമെന്നും പറഞ്ഞ് നിന്നെ ഞാൻ ഇന്നത്തോടെ കൊല്ലൂടാന്നും പറഞ്ഞും കൊണ്ട് അടിച്ച് ശരിയാക്കട്ടോ. അപ്പോൾ കൂടെ നിൽക്കുന്നവൻ പറയാം, അയ്യോ കൊല്ലേന്ന് വേണ്ട, വൃത്തിയിട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മതി, നിങ്ങളെന്നെ അടിച്ചത് മതി, നിങ്ങളെന്നെ കൊന്നോ. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ കൊന്നു കഴിഞ്ഞാലേ കാശ് നിങ്ങൾക്ക് കിട്ടുമോ? പറ, ഞാൻ ജീവിച്ചിരുന്നാലേ നിങ്ങൾക്ക് കാശ് കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞു. അത് ശരി, നീ അങ്ങനെ പറയുന്നതാണെന്ന് പറയാം. അടുത്ത അടി. അപ്പോൾ ടപ്പേന്നുള്ള സൗണ്ട് കേൾക്കുക കേട്ടോ അകത്ത്. അപ്പോൾ തന്നെ ഉണ്ട് ബാലൻ ചോദിക്കണം, അതെന്താ പുറത്തൊരു സൗണ്ട് കേട്ടത്? ഉടനെ ശ്രീകല പറയാം, അതെ ഓല മടലെങ്ങാനും വീണതായിരിക്കുമെന്ന്. തൊട്ട് ബാക്കിലിരുന്ന് രാമേട്ടൻ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ തെങ്ങൊന്നും കണ്ടില്ലല്ലോ. ഉണ്ട് ഒരെണ്ണം മണ്ടരി പിടിച്ചതാ, അതുകൊണ്ടാ. അത് ശരി എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് നിർത്തുക കേട്ടോ അവരെ. പുറത്ത് അടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഈ ബഹളം കേട്ടിട്ട് മുകളിലത്തെ നിലയിൽ ഇരുന്ന് നമ്മുടെ ശ്രീദേവി അങ്ങോട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അച്ഛനെ എടുത്തിട്ട് ഇടിച്ച് ശരിയാക്കണതാ കാണണം കേട്ടോ. സങ്കടം പൊട്ടിയിട്ട് ഒന്നും മിണ്ടാമയോ അച്ഛാന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടിട്ട് ഇതൊന്നും ഈ താഴെ ഇവരാരും കാണുന്നില്ല. ശ്രീദേവി ഇതെല്ലാം കണ്ട് കരയാണ്. അപ്പോൾ അവസാനം ഉദയഭാനു ഓമാരോ കാല് പിടിക്കും പോലെ പറഞ്ഞിട്ട് പറയാം, ദയവ് ചെയ്തു എനിക്ക് 1 മാസത്തെ സമയം മാത്രം തന്നാൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾ തരണ്ട. അത് നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കണം, ഞങ്ങൾ എങ്ങും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നവരെ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. അതിനിടയ്ക്ക് വെച്ച് ഞാൻ തരും ഉറപ്പ് എന്നും പറഞ്ഞു. വല്ല വിധന് ശരി. കൂടെ നിന്നവൻ പറഞ്ഞിടാ 1 മാസത്തെ അവധി അയാൾക്ക് കൊടുക്ക്, ഇത് ലാസ്റ്റാണ്, ഇനി ഞങ്ങൾ അവധി തരുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു അടുത്തൊരു അടിയും കൂടെ കൊടുത്തിട്ട് അവന്മാർ പോവാട്ടോ. പാവവും ദേവാനു ആണെങ്കിൽ പെട്ടെന്ന് താഴെ വീണ കണ്ണടയും ഒക്കെ എടുത്ത് മുഖത്ത് വെച്ചിട്ട് ഈ സങ്കടത്തിനിടയിൽ കൂടെയും പറയാണ് മനസ്സിലും, ഇല്ല എന്ത് തന്നെ വന്നാലും എൻ്റെ മോളുടെ നിശ്ചയം മുടങ്ങാൻ പാടില്ല, അത് ഞാൻ നടത്തും. എല്ലാവരുടെ മുമ്പിലും ചിരിച്ച മുഖത്തോട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് പോയ വിക്കും ഒക്കെ തലേ കയറ്റി വെച്ച് കണ്ണടയൊക്കെ വെച്ച് മുഖമൊക്കെ തൂത്ത് തുടച്ച് ഡ്രസ്സെല്ലാം ശരിയാക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി വരാട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ താമസിച്ചം? ഇതിനിടയ്ക്ക് അവിടെ വന്ന് പോറ്റി പറയുന്നുണ്ട്, സമയമായി, ഇനി പെണ്ണിനെ വിളിച്ചോളൂ എന്നൊക്കെ പറയാട്ടോ. അപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം തന്നെ ഉടനെ ശ്രീദേവിയെ വിളിക്കാം. ശ്രീദേവി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമ്മൾ ആനന്ദിൻ്റെ മുഖം അങ്ങ് പ്രകാശമായി കേട്ടോ. ഇതെല്ലാം കണ്ടും കൊണ്ട് നമ്മളെ മീനാക്ഷി മിത്രയോട് പറയുന്നുണ്ട്, മീനാക്ഷി നീ അവളെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മൾ കണ്ട ആ സന്തോഷമൊന്നും ഇപ്പം അവളുടെ മുഖത്തില്ല, അതിനൊരു വിഷമമില്ലേ? എനിക്ക് അങ്ങനെ തോന്നണില്ല ചേച്ചി. എടി നീ കണ്ണ് തുറന്നങ്ങോട്ട് നോക്ക്, നല്ല എന്തോ ഉണ്ട് അവളുടെ മുഖത്ത്, എന്തോ ഒരു ഇഷ്ടക്കേടോ വിഷമോ ഉണ്ട്, നോക്കെന്ന് പറയാട്ടോ. ശരിയാണ് എനിക്കും തോന്നണോ എന്ന് പറയാട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നണല്ലോ. എന്തായാലും നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ
അങ്ങനെ പെണ്ണിനെ വിളിച്ചിരുത്താണ്. ഇത് കണ്ടേ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരി, എന്നാൽ പിന്നെ ജാതകം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാലോ എന്ന് ചോദിക്കാം കേട്ടോ വന്നിരിക്കുന്ന പോറ്റിയും. അങ്ങനെ രണ്ടുപേരുടെയും ജാതകങ്ങൾ തട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാലൻ അത് ഉദയഭാനുവും ബാലനും രണ്ടുപേരും തലയിൽ നേരിയതൊക്കെ കെട്ടിയിട്ട് 2 ജാതകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക കേട്ടോ. എന്നിട്ട് എല്ലാവരോടും 3 തവണ പറയുന്നുണ്ട് ജാതകം കൈമാറട്ടെ, ജാതകം കൈമാറട്ടെ, ജാതകം കൈമാറട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് മാറുന്നത്. അത് കഴിഞ്ഞ് മോതിരം ഇടാൻ വേണ്ടിയിട്ട് അവരെ 2 പേരുടെ കസേരയിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും തൊഴുത് ശ്രീദേവി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സ് പൊട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ആനന്ദിനെ നോക്കി ഒന്ന് ചിരിക്കുക കേട്ടോ. മോതിരം കൊടുത്ത് 2 പേരേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറയുന്നുണ്ട്. അത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുക കേട്ടോ. ഇതുപോലൊരു സന്തോഷം അവർക്കില്ല. അങ്ങനെ എന്തായാലും ഇനി ഉദയഭാനുവിൻ്റെയും അതുപോലെ ആ ശ്രീകലയുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ മോൾക്ക് ഇത് ആയതിന്. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു സങ്കടം പോലെ പറയുന്ന ഇനി എങ്ങനെയെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇവിടെ എത്തിക്കണം, അതുവരെ എനിക്ക് സമാധാനമില്ല, ഇനി കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും അല്ലേ ഓരോന്നും കാട്ടിക്കൂട്ടണ്ടെന്ന് ഉദയഭാനു പറയാം. അപ്പോൾ ഉടനെ അടുത്ത് വന്ന് നിന്നിട്ട് ശ്രീദേവിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഗോമതി പറഞ്ഞിട്ട് മോള് നീ എനിക്ക് മരുമോളല്ല, എൻ്റെ മോള് തന്നെയാണ്, നീ എത്രയും വേഗം അവിടെ വരണം, എല്ലാവർക്കൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കട്ടെ. ശ്രീദേവിയുടെ മനസ്സൊക്കെ നിറഞ്ഞ് ഇത്രയും നല്ലൊരു അമ്മയെ പറ്റിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അവർ തിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയാലും ആനന്ദ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പോട്ടെ പിന്നെ വിളിക്കണം കേട്ടോ എന്നെ. ശരി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു റൊമാൻസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ ശ്രീവിദ്യ ശ്രീദേവിയോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ ചേച്ചിക്ക് ആനന്ദേട്ടനോട് പോയാൽ കൊള്ളാമെന്നുണ്ടല്ലേ എന്ന് പറയണത്. പെട്ടെന്ന് ശ്രീദേവി പൊട്ടി പോവാട്ടോ. പൊട്ടി കരഞ്ഞിട്ട് നേരെ അകത്തേക്ക് വിടുമ്പോൾ അവർ അന്തം വിട്ട് നിൽക്കാട്ട്. അതായത് ശ്രീദേവി കരഞ്ഞിട്ട് പോകുന്നുണ്ട്. ശ്രീവിദ്യ അന്തം വിട്ട് നിൽക്കുക എന്ത് പറ്റി ചേച്ചിക്കെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശും മീനാക്ഷിയും കൂടെ വീട്ടിൽ രാത്രി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് എല്ലാം മംഗളമായി നടന്നെങ്കിലും എനിക്ക് ചില സംശയങ്ങളുണ്ട് ആകാശ്. എന്താന്ന് ചോദിക്കുക, അവരാണെങ്കിൽ ഒരു വല്ലാത്തൊരു അഹങ്കാരവും ഒക്കെ ആ പണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അവരുടെ സംസാരമൊക്കെ. ആകാശ് അറിഞ്ഞോ അവർ എന്നെയും ഇത്രയൊക്കെ പറയുന്നത് ഞങ്ങളെ ചാടിപ്പോകുന്നവരാണെന്നും ഒളിച്ചോടി വന്നവരാണെന്നും സ്വർണവും പണവും ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു അവിടെ വെച്ചിട്ട്. അപ്പോൾ ഉടനെ ആകാശ് പറയാം സാരമില്ല നീ അതൊക്കെ വിട്ടുകള, പൈസ കൂടുന്നവരൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കും, കാശിൻ്റെയൊക്കെ അഹങ്കാരങ്ങളാണ്. ഇത് അഹങ്കാരമൊന്നുമല്ല, ഇത് ഇവരുടെ ശീലമാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ശീലം ആ മോക്കും കിട്ടിയിട്ടുണ്ടെന്നാ ആ ശ്രീദേവി. അവളും ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇടുമോ സംസാരമാവോ. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാലും ആനന്ദേട്ടനോട് പറയണം എങ്ങനെയെങ്കിലും ശ്രീദേവി അധികം അവരുടെ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അതേ സ്വഭാവം അവരും ഇവിടെ വന്ന് ഭരിക്കാനൊക്കെ തുടങ്ങും. എൻ്റെ നാവും ചൊറിഞ്ഞു വരും. പിന്നെ ആനന്ദേട്ടൻ്റെ അല്ലേന്ന് വെച്ചിട്ടാണ് ഞാനെല്ലാം ക്ഷമിക്കുന്നത്, ഇല്ലെങ്കിൽ എന്ത് കേട്ടാലും ഞാൻ അപ്പം പ്രതികരിക്കുന്ന ഒരാളാണ് എന്നിങ്ങനെ പറയാട്ടോ. നീ തൽക്കാലം ഒന്നും അടങ്ങ്, അതൊന്നും സംഭവിക്കില്ല, നല്ല ജീവിതം തന്നെയാവും ആനന്ദേട്ടന് കിട്ടിയത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് മിത്രയും ആര്യനും കൂടെ സംസാരിക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞെങ്കിൽ പക്ഷേ ആര്യൻ അവിടെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മിത്രേ അവരിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത എനിക്ക് കാണുന്നുണ്ട്. എന്ത് ദുരൂഹത ഉണ്ട്? കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ പുറത്തോട്ട് പോയി അതേ രീതിയിലല്ല ഇയാൾ തിരിച്ചു വന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ അന്ന് ഒരു സംശയം പറഞ്ഞല്ലോ ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാനിവിടെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട്. അതൊക്കെ ആര്യൻ്റെ തോന്നൽ ആര്യാന്ന് പറയാം. ഇല്ല മിത്രേ എന്തോ കുഴപ്പമുണ്ട് അവിടെ. പിന്നെ ആനന്ദേട്ടൻ്റെ വിവാഹമല്ലേ, നമുക്കത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മുടക്കാനാണെന്ന് അച്ഛൻ പറയും, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തതെന്ന് പറയാം. എൻ്റെ പൊന്നാര്യ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കാശിൻ്റെയൊക്കെ കുറച്ച് അഹങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അകത്ത് വെച്ചിട്ടെന്ന് പറയാം. അതുമാത്രമല്ല ആ കുട്ടി ശ്രീദേവി നല്ല കുട്ടിയാണ്, അതൊക്കെ ശരി തന്നെയായിരിക്കും. പിന്നെ ആര്യൻ്റെ മനസ്സിൽ അന്ന് ഫുഡ് കൊണ്ട് ഇപ്പോൾ അവരുടെ ഒരു സംസാരം കേട്ടു എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടാ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആര്യനൊക്കെ ഒരു സംശയം തോന്നണേ, അത് ശരിയായിരിക്കാം, എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല മിത്രേ എന്ന് വിചാരിച്ചിട്ട് ഓർത്തെടുക്കട്ടോ. അന്ന് ഫുഡ് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നുണ്ട് കാശില്ലാന്ന്. അപ്പോൾ ഉദയഭാനു അവിടെ ഇരുന്ന് പറയാണ് നീ പതുക്കെ പറ, ഇനി ആരെങ്കിലും കേട്ടാൽ ആ ഒരു ബാലൻ്റെ ചെവിയിലെങ്ങാനും എത്തിയ നമ്മുടെ കല്യാണം മുടങ്ങും എന്നൊക്കെ പറയുന്നത് ആര്യൻ ശരിക്കും കേട്ടതാണല്ലോ. അത് വീണ്ടും ആര്യൻ ഓർത്തെടുത്തിട്ട് ഇങ്ങനെ ചിന്തിക്കാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്